വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു വീട്ടിലെ അടുക്കള ഒഴികെ ബാക്കി മുറികളെല്ലാം പൊളിച്ചു പണിയുന്നു. ഒരു ദിവസം ആ വീട്ടിലുള്ളത് അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ വാർക്കാനായി തട്ടടിച്ചു വെച്ചിരിക്കുന്ന ഒരു മുറിയുടെ തറയിൽ പായയിൽ വിരിച്ചു കിടത്തിയിരിക്കുന്ന മാസങ്ങൾ പ്രായമുള്ള മകൻ, പിന്നെ മറ്റു മുറികളിൽ പണിയെടുക്കുന്ന പണിക്കാർ. പെട്ടെന്ന് ചടപടാകുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് അമ്മ മകൻ കിടക്കുന്ന മുറിയിലേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് വാർക്കാനായി തട്ടടിച്ചു വെച്ചിരിക്കുന്ന മുളകളിൽ ചിലത് ബലക്കുറവ് കാരണം ഒടിയുകയും മുകളിൽ നിന്ന് പലകകളും ഷീറ്റുകളും താഴേക്ക് വീഴാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഡിസിഷൻ എടുക്കാൻ പുള്ളിക്കാരിക്ക് ഒരു സെക്കൻഡ് ഉണ്ട്. ഒന്നെങ്കിൽ ഇതെല്ലാം മകന്റെ മകളിലേക്ക് വീണ് മകൻ തീരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാം, അല്ലെങ്കിൽ അകത്തേക്ക് കയറി മകനെ രക്ഷിക്കാൻ ശ്രമിക്കാം. പക്ഷെ അപ്പോ സ്വന്തം ജീവൻ കൂടെ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും പുള്ളിക്കാരി ഓടി അകത്ത് കയറി കുഞ്ഞിന്റെ മുകളിൽ ചെറുപ്പത്തിൽ നമ്മൾ ആന കളിക്കാൻ നിൽക്കുന്ന പോലെ കിടന്നു. സെക്കൻഡ്സിനുള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും പൊളിഞ്ഞു താഴെ വീണു. മറ്റു മുറികളിൽ ഉണ്ടായിരുന്ന പണിക്കാർ ഓടി വരുമ്പോൾ കാണുന്നത് പലകകളുടെയും ഇരുമ്പ് ഷീറ്റുകളുടെയും ഒരു വലിയ കൂനയാണ്. പെട്ടെന്ന് അവർ അതെല്ലാം എടുത്ത് മാറ്റി ആ പുള്ളിക്കാരിയെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്കും നടുവിനുമെല്ലാം പുള്ളിക്കാരിക്ക് വലിയ മുറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരുടെ ജീവൻ രക്ഷിക്കാനായി. ഇന്നും പുള്ളിക്കാരി ഹെൽത്തി ആയിരിക്കുന്നു. പിന്നെയുള്ളത് മാസങ്ങൾ പ്രായമുള്ള ആ മകനാണ്. അന്ന് അവനൊരു പോറൽ പോലും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. ഇന്ന് നിങ്ങളോട് ഈ കഥ പറയുന്നതും അതേ മകൻ തന്നെയാണ്. യെസ്, ഇറ്റ് വാസ് മൈ മോം ആൻഡ് മീ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്റെ ചെറുപ്പത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനും തല്ലി ചതച്ചാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത്. അതേപോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ വലിയ വലിയ ഉടക്കുകൾ ഉണ്ടാകാറുമുണ്ട്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു കാലത്ത് എന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ കളയാൻ മടി കാണിക്കാത്തവരാണ് എന്റെ അമ്മ എന്ന കാര്യം എത്ര വലിയ പ്രശ്നങ്ങൾക്കിടയിലും ഞാൻ മറക്കാറില്ല.